ഹലോ ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ നാട് മുഴുവൻ ക്രിസ്മസ് ആഘോഷിക്കുന്നതിൻ്റെ തിരക്കിലാണ്. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് ഞാൻ എൻ്റെ വ്ളോഗിൽ ഞാൻ എത്തിയിരിക്കുന്നത്. എല്ലാവരും ഓരോ വീട്ടിലും ക്രിസ്മസ് ആഘോഷിക്കുന്നു, തകൃതിയായിട്ട് അടിച്ചു പൊളിക്കുന്നു. പക്ഷേ ഈ ഒരു വ്യക്തി ആഘോഷിക്കുന്നത് ഒരു വെറൈറ്റി ആഘോഷമാണ്. നമുക്കൊന്ന് കണ്ടാലോ? ഞങ്ങളുടെ നാട്ടിലെ ഗുരുവായൂരിലെ ഒരു ജീവകാരുണ്യ പ്രവർത്തകൻ ജേക്കപ്പേട്ടൻ്റെ ക്രിസ്മസ് ആഘോഷ വീഡിയോയാണ് ഞാൻ ഈ നിങ്ങൾക്കായി കാണിക്കാൻ പോകുന്നത്. ആദ്യം നമുക്കൊന്ന് വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. ഇതാണ് നമ്മുടെ ജേക്കപ്പേട്ടൻ. തെരുവു മക്കൾക്കും അനാഥർക്കും ക്രിസ്മസ് വിരുന്നൊരുക്കിയാണ് ഇദ്ദേഹം ക്രിസ്മസ് ആഘോഷിക്കുക. വന്നവരെല്ലാം ആ വഴിക്ക് പോയെങ്കിലും ഈ മനുഷ്യൻ ഇദ്ദേഹം പാലയൂർ ഇമ്മാനുവൽ ജീവകാരുണ്യ പ്രവർത്തന സമിതി ഡയറക്ടർ കൂടിയാണ്. നമ്മളിങ്ങനെ നല്ല സൽപ്രവൃത്തി ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരാളെ ഉപദ്രവിക്കരുത്, ഒരാൾ കുറ്റം പറയരുത്, നല്ലത് ചെയ്ത് നമ്മൾ സ്വർഗരാജ്യം അവകാശമാക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഒക്കെ പ്രവർത്തനത്തിന്റെ ഒരു ഉദ്ദേശം. മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് വേറെ കൊണ്ട് ഞാനൊന്നും നേടിയെടുക്കാനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. മനുഷ്യരാണ് നമ്മളെ സഹായിക്കേണ്ടത്. അപ്പൊ അങ്ങനെ നമുക്ക് പല പ്രതിസന്ധിയും ഉണ്ടായാലും നമ്മളിതൊന്നും ഉപയോഗിക്കുന്നില്ല. നമ്മൾ അർഹതപ്പെട്ടവർക്ക് അർഹത ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഉത്തരവാദിത്വം, എൻ്റെ ഭൂമിയിലെ ഉത്തരവാദിത്വം. അതല്ലാതെ വേറൊരു ഉത്തരവാദിത്വം എനിക്കില്ല. പറഞ്ഞ മറുപടി ജീവിതത്തിൽ സ്വാംശീകരിച്ച ഒരാളാണ് ജേക്കബ്. പാവപ്പെട്ടവരെ സഹായിക്കുകയും അവരെ സാന്ത്വനപ്പെടുത്തുകയും ആരുമില്ലാത്തവർക്ക് തണലാവുകയും ചെയ്യുന്നതിലൂടെ മാത്രമാണ്
യഥാർത്ഥത്തിലുള്ള ഒരു വിശ്വാസിയായി മാറുകയുള്ളൂ. തന്റെ ജീവിതം കൊണ്ടും അനുഭവം കൊണ്ടും പഠിപ്പിക്കുന്ന ഒരാളാണ് ജേക്കബ്. ഒരു ചെറിയൊരു വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ജേക്കബ് അദ്ദേഹം ഒരു ജീവകാരുണ്യ പ്രവർത്തകനാണ്. അദ്ദേഹം ഒരുപാട് വ്യക്തികൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരാളാണ്. നാട് മുഴുവൻ ആർഭാടപൂർവ്വം അല്ലെങ്കിൽ ചെറിയ രീതിയിലെങ്കിലും ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ ഈ വ്യക്തി ആഘോഷിക്കുന്നത് തെരുവ് മക്കൾക്കും അനാഥർക്കും ഒപ്പമാണ്. ഒരുപാട് ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു കാര്യമാണ്. എന്താ പറയുക, ഞാൻ ഈ വീഡിയോ ഇട്ടിട്ട് ലൈക്ക് കിട്ടാനോ അല്ലെങ്കിൽ എനിക്ക് കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് കിട്ടാനോ വേണ്ടിയിട്ടല്ല. ഇതിൽ ഒരുപാട് പേരെ മുഖം കാണിച്ച് അവരുടെ മുഖം കാണിച്ച് സെൻറ്റി വാങ്ങിച്ച് ലൈക്ക് വാങ്ങിക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടല്ല. ഒന്നാമത്തെ കാര്യം, ഞാനടക്കം നിരവധി പേര് ഭക്ഷണം വേസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഒരു നേരം ഭക്ഷണം കിട്ടാത്തവരുടെ അവസ്ഥ നമ്മളൊന്ന് ആലോചിച്ച് നോക്കും. മാത്രമല്ല ഇത്തരത്തിൽ വെറൈറ്റി എന്ന് ഉദ്ദേശിച്ചത് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിൽ ചെയ്യുന്ന ആളുകൾ അപൂർവമായിരിക്കും. എല്ലാവരുടെ പേഴ്സണൽ കാര്യമാണ് വലുത്. അപ്പോൾ ആളുകളിലേക്ക് ഇറങ്ങി അവർക്ക് ഭക്ഷണം കൊടുക്കുക, ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുക എന്ന് വെച്ചാൽ വളരെയധികം സന്തോഷമുള്ളൊരു കാര്യമാണ്. ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരുപാട് പേര് അവരുടെ മനം നിറഞ്ഞിട്ടാണ് ആ വീട്ടിൽ നിന്ന് പോയത്. നമ്മുടെ ജേക്കബിൻ്റെ വീട് വരുന്നത് ഗുരുവായൂർ ബാബു ലോഡ്ജിൻ്റെ അടുത്താണ്. മലേഷ്യൻ ടവർ ഉണ്ട്, അതിൻ്റെ അടുത്താണ് വീട് വരുന്നത്. അദ്ദേഹം ഇങ്ങനെ തെരുവോരങ്ങളിൽ കഴിയുന്നവരൊക്കെ എന്താ പറയുക, അങ്ങനെ ആരുമില്ലാതെ ഉപേക്ഷിച്ച് പോകുന്നവരൊക്കെ കൊണ്ടുവന്ന് സംരക്ഷിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തെക്കുറിച്ച് പറയാൻ ഒന്നും തന്നെ ഇല്ല. അത്രയും ഒരു വിവരിക്കാൻ വാക്കുകളില്ല. അത്രയും ഒരു നല്ലൊരു പ്രവർത്തികളാണ് അദ്ദേഹം ചെയ്യുക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ക്രിസ്മസ് ആഘോഷമാണ്. നിരവധി ആളുകളെ വിളിച്ചു. ഇത്തരത്തിൽ കുറേ ആളുകൾ വന്നു. 350-350 ജനപ്രവാഹമായിരുന്നു അവിടെ. അപ്പോൾ ഞാൻ പരിമിതമായിട്ടുള്ള രീതിയിലാണ് വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇത്തരത്തിലുള്ള ആളുകളെയാണ് നമ്മൾ മാതൃകയാക്കേണ്ടത്. മറ്റുള്ളവരുടെ സന്തോഷമാണ് ഇതിൽ പ്രധാനമായിട്ടും അദ്ദേഹം നമുക്ക് കാണിച്ചു തരുന്നത്. എത്ര പേര് ആരുമില്ലാതെ ഒറ്റയ്ക്ക് ജീവിക്കുന്നു, ഭക്ഷണമില്ലാതെ അലഞ്ഞു നടക്കുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഈ ദിനം അദ്ദേഹം സമർപ്പിക്കുകയാണ്. എല്ലാവർക്കും എൻ്റെ സ്നേഹത്തോടെ ക്രിസ്മസ് ആശംസകൾ നേരുകയാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ.